നമസ്കാരം. അയോധ്യ മഹാക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് സമംഗളം. പ്രതിഷ്ഠാ ചടങ്ങ് അവസാനിച്ചിരിക്കുന്നു. ബാക്കി ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, RSS മേധാവി യോഗി ആദിത്യനാഥ് തുടങ്ങിയ ആളുകൾക്കൊപ്പം മഹാപൂജാരിമാർ, തന്ത്രിമാർ ചടങ്ങുകൾ തുടരുകയാണ്. പ്രതിഷ്ഠ കഴിഞ്ഞയുടൻ നൈവേദ്യം, മംഗളാരതി, പ്രത്യേക ഹാര പുഷ്പ സമർപ്പണം തുടങ്ങിയ ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ആ ഗർഭഗൃഹത്തിലെ ബിംബത്തിലേക്ക് ചൈതന്യത്തെ ആവാഹിച്ച് തുടർ പൂജകളും പ്രത്യേകമായ കലശപൂജകളും കലശാഭിഷേകങ്ങളും നൈവേദ്യങ്ങളും മംഗളാരതിയും നൽകിക്കൊണ്ട് ബിംബത്തിൻ്റെ ചൈതന്യ വർധനവിന് വേണ്ട പൂജാവിധികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ചരിത്രമാണ്. ഇത് ഭാരതത്തിൻ്റെ സാംസ്കാരിക ചരിത്രമാണ്. അയോധ്യ എന്ന ആ പുണ്യഭൂമിയിൽ ആ മഹാക്ഷേത്രം ഉയർന്നപ്പോൾ, അതിൽ ഈ പ്രാണപ്രതിഷ്ഠ നടന്നപ്പോൾ ഒരു സാംസ്കാരിക ചരിത്രത്തിൻ്റെ പുതിയ ഒരു ഏടുകൂടി നമ്മൾ ഭാരതം തുറക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ഭാരതീയ സംസ്കാരത്തിൻ്റെ, ഭാരതീയ വിശ്വാസ സങ്കല്പങ്ങളുടെയൊക്കെ നാനാ ജാതി മതസ്ഥരെല്ലാം മനസ്സുകൊണ്ട് ആ ഭഗവാന് മുന്നിൽ, ആ ചൈതന്യത്തിന് മുന്നിൽ കുമ്പിട്ട് നിൽക്കുന്നു. ഇത് മതങ്ങളും ജാതിയും ഒന്നും തീണ്ടാത്ത ത്യാഗമനോഭാവത്തിൻ്റെ, ധ്യാനത്തിൻ്റെ, തപസ്സിൻ്റെ മൂർത്തീഭാവമായ ശ്രീരാമൻ, ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമൂർത്തി, ദുഷ്ടനെ നിഗ്രഹിക്കാൻ അവതരിച്ച ശ്രീരാമ സങ്കല്പം, അതിൻ്റെ മറ്റൊരു അധ്യായം കൂടി നമ്മൾ തുറക്കുകയാണ്. ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിലൂടെ ചടങ്ങുകൾ തുടരുന്നു. ഏതാണ്ട് വൈകുന്നേരം വരെ ചടങ്ങുകൾ ഉണ്ടാകും. അതിനുശേഷം സന്ധ്യാപൂജയും മറ്റ് പൂജാക്രമങ്ങളും അവിടെ നടക്കും. അതിന് മുന്നോടിയായുള്ള പീഠപൂജ, പീഠസങ്കല്പ പൂജ തുടങ്ങിയ പൂജാധികാര്യങ്ങൾ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ പ്രതിഷ്ഠിച്ച പീഠത്തിൽ ഒന്നടങ്കം ആ മഹാചൈതന്യം വർദ്ധിപ്പിച്ചിരിക്കുന്നു. അന്തരീക്ഷത്തിൽ നിന്നുള്ള കോസ്മിക് റേഡിയേഷൻസ്, ഇതൊക്കെ ശാസ്ത്രമാണ്, വെറുതെ പറയുന്നതല്ല. കോസ്മിക് റേഡിയേഷൻസിനെ, പോസിറ്റീവ് കോസ്മിക് റേഡിയേഷൻസിനെ ആവാഹിച്ച് ആ ചൈതന്യത്തെ പ്രതിഫലിപ്പിക്കാൻ, ആ രേഖകളെ, രശ്മികളെ പ്രതിഫലിപ്പിക്കാൻ ഉതകുന്ന വിധം ഒരു ബിംബത്തെ മാറ്റിയെടുക്കുക, അതിനെ പൂർത്തീകരിച്ചെടുക്കുക എന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. അതായത് സ്ഥിരമായി നിലനിർത്തുക, സ്ഥിതിയിൽ നിലനിർത്തുക, ആ ബിംബത്തെ, ആ ചൈതന്യത്തെ സ്ഥിതിയിൽ നിലനിർത്തുക. അതിൽ നിന്ന് കൃത്യമായ കോണുകളിലൂടെ ചൈതന്യ വർഷം നടക്കുന്നു. ലോകമെമ്പാടും, പ്രപഞ്ചത്തിലുടനീളം, സർവ്വഗ്രഹങ്ങളിലും ചരാചരങ്ങളിലും പ്രകൃതിയിലും ആ ചൈതന്യം വമിക്കുകയാണ്. നമ്മുടെ ക്ഷേത്ര സങ്കല്പങ്ങൾ തന്നെ അങ്ങനെയാണ്. ജാമ്യതീയ രീതിയിൽ ക്ഷേത്രങ്ങൾ പണിയുന്നതും അതിനു വേണ്ടി തന്നെയാണ്. ക്ഷേത്രഗണിതം എന്നൊക്കെ നമ്മൾ പാഠഭാഗങ്ങളിൽ പഠിച്ചിട്ടില്ലേ, ജിയോമെട്രി എന്ന് പറയുന്നത്. എല്ലാം അളവുകളാണ്, കൃത്യമായ അളവുകളാണ്. ശരിക്കും നമ്മുടെ സങ്കല്പങ്ങളൊക്കെ തന്നെ, ജ്യോതിഷ സങ്കല്പങ്ങളും ഇതുപോലെ പൂജാവിധി പ്രകാരമുള്ള സങ്കല്പങ്ങളൊക്കെ തന്നെ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയതാണ് മഹാമുനിമാർ. അതിൻ്റെ ആധുനിക രൂപങ്ങൾ ഒക്കെ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് എൻ്റെ ഒരു സഹപ്രവർത്തക ഒരു സംശയം ചോദിച്ചു. ഗർഭഗൃഹത്തിനകത്തേക്ക് ക്യാമറ വരുന്നു, ഗർഭഗൃഹത്തിനകത്തേക്ക് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ കയറുന്നു. അതൊക്കെ പ്രാദേശികമായ ചില സങ്കല്പങ്ങളാണ്. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ശ്രീകോവിലിനടുത്ത് ചെന്ന് ഭഗവാനെ തൊഴാനും തൊട്ടുതൊഴാനുമുള്ള അനുവാദമൊക്കെയുണ്ട്. നമ്മുടെ ക്ഷേത്രങ്ങളിൽ അത് പരശുരാമൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളാണ് കൂടുതലുമുള്ളത്. ആ വിധിപ്രകാരം മഹർഷിയായ ധനുർവിദ്യാവിദഗ്ധനായ ഭഗവാന്റെ അവതാരമായ പരശുരാമൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിലെ വിധിപ്രകാരം ആ ആചാരങ്ങൾ അങ്ങനെയാണ് മാറ്റിയെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള, കേരളത്തിൽ നിന്നുള്ള പൂജാരിമാർ ബദരിനാഥ്, അതുപോലെ തന്നെ ഇൻഡോർ അടക്കമുള്ള മഹാക്ഷേത്രങ്ങളിലൊക്കെ തന്നെ പൂജകൾ കഴിക്കുന്നുണ്ട്. ഇവിടുത്തെ ആചാരപ്രകാരമാണ് അവിടെ പൂജകൾ നടക്കുന്നത്. അതൊക്കെ പ്രാചീനമായ ചില സങ്കല്പങ്ങളുടെയും ആചാരങ്ങളുടെയും ഭാഗമായുള്ളതാണ്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോട് അനുബന്ധിച്ചുള്ള ചടങ്ങുകളും അതിൻ്റെ പൂജാവിധികളും തുടരുകയാണ്.